റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ പൊന്നാനിയിലെ അതിജീവിതയുടെ വീട്ടിൽ വന്നത് CI വിനോദ് തന്നെയാണെന്ന് അതിജീവിതയുടെ സുഹൃത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. CI വിനോദിനെ താൻ നേരിട്ട് കണ്ടതാണ്. സത്യം എവിടെയും പറയാൻ തയ്യാറാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടണം. CI ഉപദ്രവിച്ചതിനു പിന്നാലെ കൊടുത്ത പരാതിയിൽ മൊഴിയെടുത്തിരുന്നു. അതിനുശേഷം എന്താണ് ഉണ്ടായതെന്ന് അറിയില്ലെന്നും യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുൻ പൊന്നാനി CI വിനോദ് അതിജീവിതയുടെ വീട്ടിലെത്തി ചൂഷണം ചെയ്യുന്ന സമയത്ത് വീട്ടിന് പുറത്തുണ്ടായിരുന്ന യുവതിയുടെ ഒരു സുഹൃത്തുണ്ട്. അവർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അന്നുണ്ടായത്? ഞാനും താത്തയും അവിടെ പടാപ്പുറത്ത് കിടക്കായിരുന്നു, സംസാരിച്ച് കിടക്കായിരുന്നു. അപ്പോൾ ഈ സാറ് വന്നിട്ട് വാതിൽമ മുട്ടിയപ്പോൾ ഞാനാണ് വാതിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന സാറാണെന്ന് പറഞ്ഞു. എനിക്ക് സാറ് അറിയില്ല, ആദ്യം മുതലേ അറിയില്ല. അന്നൊരു നോട്ടം കണ്ട പരിചയമുള്ളൂ. പിന്നെ ഇവർ തമ്മിൽ പടാപ്പുറത്ത് ഇരുന്ന് സംസാരിച്ചു. വീടിൻ്റെ കാര്യത്തിന് വന്നാണ്, സംസാരിക്കാനാണെന്നും പറഞ്ഞു വന്നു. പടാപ്പുറത്ത് നിന്ന് കൈ പിടിച്ച് കണ്ട ആളെ അങ്ങോട്ട് കൊണ്ടുപോയി താത്താനെ റൂമിലേക്ക്. അപ്പം ഞാൻ ചോദിച്ചു കൊണ്ടുപോയത് എങ്ങനെയാ? കൈമ പിടിച്ചിട്ടാണ് കൊണ്ടുപോയി. വലിച്ചു കൊണ്ടുപോകണം ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അരമണിക്കൂറോ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു സാറേ എന്താണ് അവിടെ, എന്ത് സംസാരം നിങ്ങൾക്ക് ഉണ്ടായി ചോദിച്ചു. അത് ഞങ്ങൾ വീടിൻ്റെ കാര്യം സംസാരിച്ചതാണ്, അത് ആരും അറിയാത്ത രീതിയിൽ പോകേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഒരു റൂമിൽ ഒരു പെണ്ണും ഒരു ആണും കൂടി നിന്നാൽ എന്താ നടക്കാമെന്ന് എനിക്കും അറിയാം. ഞാനൊരു രണ്ട് കുട്ടികളെ ഉമ്മയാണ്, അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തീർത്ത് ചോദിക്കണില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നപ്പോൾ ആൾ ഒന്നും സംസാരിച്ചില്ല, മറുപടി ഒന്നും പറഞ്ഞ ആൾ വാതിൽ തുറന്ന് പോയി. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് വന്നു എന്ന് ചോദിച്ചു. അല്ല എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബൈക്കുമ്മലാണ് വന്നത് എന്നും പറഞ്ഞു. പക്ഷെ ആ പരിസരത്തൊന്നും ബൈക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരാണ് പോവുക ചെയ്താണ്, നടന്നാണ് പോണത് കണ്ടു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല, കാരണം വാതിലടച്ച് ഞങ്ങൾ പോന്നു. അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായത് അതിൽ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസം അവിടുന്ന് പോന്നു കഴിഞ്ഞ ശേഷം താത്ത അവിടെ മലപ്പുറത്ത് അവിടെ പോയി കേസ് കൊടുത്തു പറയുന്നുണ്ട്. അവിടുന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു. എവിടുന്നാ വിളിച്ചത്? മലപ്പുറത്തു നിന്നാണെന്നാ തോന്നുന്നത്. പോലീസ് സ്റ്റേഷൻ പോലീസ് തന്നെയാണ് വിളിച്ചത്. 2 വർഷം മുമ്പ് 2 വർഷം മുമ്പ് ഫസ്റ്റിൽ പരാതി കേസ് കൊടുത്തന്ന്. അപ്പൊ ഞാൻ ഈ കാര്യം തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സാറെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് അന്ന് കണ്ടതാ, പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല. അതായത് ഇവര് കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യവും ഈ മടങ്ങി വരുമ്പോ ഈ പറഞ്ഞ കാര്യമൊക്കെ അന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട് അന്ന് മൊഴിയിൽ. ഫോണിലാണ് വിളിച്ചു ചോദിച്ചിരിക്കണം, അല്ലാതെ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കേസ് കൊടുക്കാൻ പോകുമ്പോ പോയിട്ടുമില്ല. എത്ര തവണ വിളിച്ചു പോലീസ്? അന്ന് ഒരു പ്രാവശ്യം വിളിച്ചോളൂ, പിന്നെ വിളിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എന്നെ വിളിച്ച് ചോദിച്ചു. വിളിച്ചയാളുടെ പേര് ഓർക്കുന്നുണ്ടോ? പോലീസ് ഓഫീസർ? ഓർക്കണില്ല, എനിക്കറിയില്ല. പോലീസ് തന്നെയാണ് വിളിച്ചത് തന്നെ. ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ കാര്യം ഇപ്പൊ നിങ്ങളോട് ഈ പറഞ്ഞ സത്യമൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നുണ പറഞ്ഞതല്ല. സാധാരണഗതിയിൽ ഇത്തരൊരു പരാതി പോലീസിന് കിട്ടിയാൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ട് വേണം അന്വേഷണം നടത്താൻ. അതിന്റെ ഭാഗമായിട്ടാണ് മൊഴിയൊക്കെ എടുക്കേണ്ടത്. പക്ഷെ പിന്നീട് അങ്ങനെ ഒരു കേസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേയില്ല. പിന്നെ ഞാൻ കേട്ടിട്ടില്ല. ഞാനെന്നല്ല, ഈ താത്തി എന്നോട് പറഞ്ഞിട്ടില്ല. ഈ കേസിന്റെ വിധി വന്നു എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പിന്നെ പറയുന്നത് കേസിന്റെ വിധി വന്നു. പിന്നീട് എന്താ നിങ്ങൾക്ക് തോന്നിയത്? ഈ പറയുന്ന ഈ പരാതിയും കൊടുത്തു, ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇവർ ചെയ്തിട്ടുണ്ട്. എന്താ തോന്നുന്നത് ഒരു നീതിയും കിട്ടാതിരിക്കുമ്പോൾ? ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയൊരു നീതി ഇല്ല. അതന്നെയാണ് എനിക്കും തോന്നിയത്. സ്ത്രീകൾക്കൊരു നീതി ഉണ്ടല്ലോ എവിടെയായാലും. അപ്പം ഞങ്ങൾക്കൊരു നീതി കിട്ടിയിട്ടില്ല ഇതുവരെ. പെണ്ണുങ്ങൾ, അതായത് സ്ത്രീകൾക്ക് മൊത്തം ഏർപ്പെടാവുന്ന സംഭവമാണിത്. നീതി കൊടുക്കാതെ ഇരുന്നാൽ എല്ലാവരും അതിൽ പെടും, എല്ലാ സ്ത്രീകളും. ഇവരെ അന്നത്തെ CI ഹണി ട്രാപ്പുകാരിയായും പണത്തിന് വേണ്ടി ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്ന ആളായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചത്. നിങ്ങൾക്ക് എന്താണ് ഇവരെ കുറിച്ച് അഭിപ്രായം? എനിക്ക് അതാത്താനെ പറ്റിയ ഒരു അഭിപ്രായമില്ല. കാരണം നല്ല സ്ത്രീയാണ്. ഞാൻ അവരായിട്ട് കുറേ വർഷത്തെ പരിചയമുണ്ട്. അവരിന്നു വരെ ഒരു മോശമായിട്ട് എന്നെയും ചിത്രീകരിച്ചിട്ടില്ല, ഞാൻ അവരെയും ചിത്രീകരിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ ഒരു പ്രശ്നം മാത്രമേ ഈ താത്താനെ പറ്റി കണ്ടിട്ടുള്ളൂ. ഞാനിത് എവിടെയും പറയാൻ തയ്യാറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ താത്ത ഒരു തെറ്റൊന്നും വരെ ചെയ്താൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്കും അതിൽ വിഷമമുണ്ട്. ഈ താത്താനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അങ്ങനൊരു ഇവർ ഈ പറയുന്ന പോലെ മോശക്കാരിയായ സ്ത്രീ ആണെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് താമസിക്കാൻ വിടില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ വിളിച്ചെടുത്തൂലല്ലോ. എൻ്റെ വീട്ടിലാണ്. എൻ്റെ കൂടെ ഞാൻ ഈ മോശക്കാരത്തിയായ താത്താൻ്റെ കൂടെ ഞാൻ ഒരിക്കലും പിന്നെ കൂട്ടുകെട്ടിന് ഞാൻ പോകില്ല, മോശപ്പെട്ട സ്ത്രീയാണെങ്കിൽ. അന്ന് ഈ CI ഉപദ്രവിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ് അല്ലേ? CIനൊക്കെ അറിയാം, കണ്ടാലും അറിയാം. എനിക്കത് ഉറപ്പാണ്. വേറെയുള്ള സാർമാരൊന്നും എനിക്കറിയില്ല.
എനിക്ക് സാറ് പേരും ശരിക്കും അറിയില്ല. ഞാൻ ഒരു മിന്നായം അന്ന് കണ്ടിട്ടുള്ളല്ലോ അവിടെ വന്നു. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി വിയിൽ വന്ന് കണ്ട ആൾ തന്നെയാണ് അന്ന് വന്നത് അല്ലേ? ആ അതെ അതെ അതന്നെയാണ് സാർ, അതന്നെയാണ്. പക്ഷെ യൂണിഫോം ഒന്നും അല്ലായിരുന്നു, സാധാ ഡ്രസ്സിലാണ്. ആ സാർ അന്ന് വീട്ടിൽ വന്നിട്ടേ ഇല്ല എന്നാണ് അന്ന് ചാനലിൽ പറഞ്ഞത്, കേട്ടിരുന്നല്ലോ അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താന്ന് നമുക്കറിയില്ല. അവർക്ക് അവരെ നീതി കിട്ടാൻ അവർ നടക്കണു, നമുക്ക് നമ്മൾ നീതി കിട്ടാൻ നടക്കണു. അത് നുണയാണ്. വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറെ സാർമാരൊന്നും പരിചയമുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ മുന്നിൽ വെച്ചിട്ട് താത്ത ഒരു വേണ്ടാത്തൊരു വൃത്തിയോടെല്ലാം പോയിട്ടില്ല താത്ത. ഞാൻ അറിയാത്ത കേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു കേസും ഇല്ല. ഞാൻ താത്ത ഇന്ന് വരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇവരിപ്പോൾ വലിയ നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങാണ്. ഇവരെ സഹായിക്കാൻ തന്നെയാണോ തീരുമാനം? ആ അവർക്കൊരു സഹായം വേണമല്ലോ. കാരണം ഞാൻ കണ്ടതല്ലേ, കണ്ട എവിടെയും പറയണമല്ലോ. വളരെ വ്യക്തമായി പറയുകയാണ്. ഏതാണ്ട് 15 വർഷത്തിലധികം അടുപ്പമുള്ള സുഹൃത്താണ്. ഇവരുടെ ഭർത്താവും മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ സ്വാഭാവികമായും ഇവർ നല്ല സ്ത്രീ ആയിരിക്കില്ലേ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. CI വിനോദ് അന്ന് പറഞ്ഞത് നുണയാണെന്നും വ്യക്തമായി പറയുന്നു. ചൂഷണം നടത്തിയത് കണ്ണു കണ്ട അതിജീവിതയുടെ സുഹൃത്താണ് നമ്മളോട് സംസാരിച്ചത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ അതിജീവിതയുടെ വാക്കുകൾ കോടതി പരിഗണിക്കുമായിരിക്കുമല്ലോ സ്വാഭാവികമായും. അന്വേഷണത്തിൽ നിർണായകവുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിജീവിതയുടെ സുഹൃത്തിൻ്റെ മൊഴി അതൊരു ഐ വിറ്റ്നസിൻ്റെ മൊഴി കൂടിയാണ്. പക്ഷെ അറിയേണ്ടത് പ്രസാദ്, ഈ ഒരു ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഈ CIയും ഈ അതിജീവിതയും തമ്മിൽ ഉണ്ടായിരുന്നത്. ഇനി ഒരുപക്ഷെ അങ്ങനെ ഒരു വേർഷൻ വന്നാൽ പോലും ഈ അതിജീവിതയുടെ സുഹൃത്തിൻ്റെ വാക്കുകൾ വളരെ നിർണായകമാണ്. TV പ്രസാദ്, ഉറപ്പായും അരുൺ, അത് പിന്നീട് അന്വേഷണത്തിലൊക്കെ അത് കണ്ടെത്തേണ്ടതാണ്, അത് തെളിയിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇങ്ങനൊരു ബന്ധമുണ്ടായത് എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഉറപ്പായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിജീവിതയ്ക്ക് അവരുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതായത് എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ ഒന്നിച്ചുള്ള ഒരു വീടാണ്. ആ കുടുംബാംഗങ്ങൾ സംസാരിച്ച്, ഇവർക്ക് മറ്റൊരു വീടില്ലാത്തൊരു സ്ഥിതിയുണ്ട്, സംസാരിച്ച് അത് തീർത്ത് ആ പ്രശ്നം തീർത്താൽ മാത്രമേ അവർക്ക് ആ വീട് നന്നാക്കാൻ പോലും പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. മാത്രമല്ല ഇപ്പോൾ അവിടെ വരുന്ന ഒരു പാലം വികസനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ആ വീട്ടിൻ്റെ പകുതിയോളം പോകുന്ന ഒരു സ്ഥിതിയുണ്ടാകും. ആകെ 5 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും, അതായത് വീട് വിട്ട് ഇറങ്ങേണ്ടി വരും, വീട് ഇല്ലാതാകും എന്നുള്ള ഘട്ടത്തിൽ ഇവരുടെ ഗതികേടിനെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. എന്തായാലും ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് എന്ന കാര്യം 100% ഉറപ്പാണ്. അത് തന്നെയാണ് ഇപ്പോൾ അതിജീവിതയുടെ സുഹൃത്ത് പറയുന്നതും. മാത്രമല്ല അരുൺ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് 2022 ഈ CI വിനോദിൻ്റെ സംഭവം ഉണ്ടായതിന് പിറകെ DYSP VV ബെന്നിക്ക് ഇവർ പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. അവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുമുണ്ട്. ഈ അതിജീവിതയുടെ മൊഴിയും DYSP ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എടുത്തിട്ടുണ്ട്. അന്ന് CI വിനോദിൻ്റെ മൊഴിയും അന്ന് DYSP ബെന്നി എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ബെന്നിയുടെ വിശദീകരണം. അതിൻ്റെ ഫയൽ ഇപ്പോഴും ആ മലപ്പുറം ജില്ലാ പോലീസിൽ അവിടെ കിടക്കുന്നുണ്ട്. ഉറപ്പായും അത് ഇപ്പോഴത്തെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട്. ആ സംഘം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ CI ബെന്നിയും ഇതുപോലെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ CI ബെന്നിക്കും വിനോദിനുമെതിരായാണ് ആ SP-ക്ക് പരാതി നൽകാൻ പോകുന്നത്. അവിടെയും ഇവർ ലൈംഗിക ചൂഷണത്തിന് ഇരയാവുകയാണ്. അതും വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചും അവർ അന്വേഷണം നടത്തി. അതിലും കഴമ്പില്ലെന്ന് പറഞ്ഞ് ആ പരാതിയും അവസാനിപ്പിക്കുകയായിരുന്നു. എങ്ങനെ കഴിയുന്നു അരുൺ? ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. ഇത്തരമൊരു പരാതി കിട്ടിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതുപോലെ FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്താൻ കഴിയില്ല എന്നിരിക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ പരാതി അവർക്ക് തോന്നുന്ന രീതിയിൽ അന്വേഷിച്ച് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ അത് അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ CI വിനോദ് പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് നമ്മൾ കണ്ടു. താൻ ആ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല, എനിക്ക് ആ സ്ത്രീയെ അറിയുകയേ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് CI പറയുമ്പോൾ വളരെ വ്യക്തമായി അന്നുണ്ടായിരുന്ന ഇവരുടെ കൂടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന
ഈ സ്ത്രീ, അതായത് അതിജീവിതയുടെ സുഹൃത്ത് വ്യക്തമായി പറയുകയാണ് അത് അവർ തന്നെയാണ്, അവർ നുണ പറയുകയാണ്, വന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമായി പറയുന്നു. ഇവർക്ക് നീതി കിട്ടണം, ഏതറ്റം വരെയും പോകും. അരുൺ പറഞ്ഞതുപോലെ ഇത് ദൃക്സാക്ഷിയാണ്. മാത്രമല്ല ഇവരുടെ 2 കുഞ്ഞുങ്ങളും അവിടെയുണ്ട്. ആ 2 കുഞ്ഞുങ്ങളും ഇത് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ പോലീസ് അവർക്കെതിരായ കേസ് അട്ടിമറിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നുണയുടെ പെരുമഴ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പ്രസാദ്, ഒറ്റ വാചകത്തിൽ കോടതി നടപടികൾ എവിടം വരെ എത്തി? നടപടിയാവോ ഓണത്തിന് മുമ്പ്? ഇന്നലെ ഒരു സുപ്രധാനമായ തീരുമാനം പൊന്നാനി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പൊന്നാനി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി DIGയോടാണ്, തൃശ്ശൂർ റേഞ്ച് DIGയോടാണ് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത്. അതിജീവിതയുടെ ആവശ്യം താൻ കൊടുത്ത പരാതിയിൽ FIR എടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായി DIG കൊടുക്കുന്ന റിപ്പോർട്ടിൽ എന്തുകൊണ്ട് FIR എടുക്കാൻ വൈകി എന്ന കാര്യം കൃത്യമായി പ്രതിപാദിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിലൊരു സാങ്കേതിക പ്രശ്നമുള്ളത്, DIGക്ക് അന്വേഷണം നടത്തണമെങ്കിൽ അതിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതായും വരും. SP-ക്ക് എതിരായി ഉൾപ്പെടെയുള്ള ആരോപണമായതുകൊണ്ട് തന്നെ DIGക്ക് അതിൽ അന്വേഷിക്കാൻ ചുമതല കൊടുക്കുന്നു. സാധാരണ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. സാധാരണ SHOക്ക് FIR ഇടാനുള്ള നിർദ്ദേശമാണ് ഇത്. പക്ഷേ SHO ഇടണമെങ്കിൽ SHOയുടെ മുകളിലുള്ള DYSP ഇതിൽ പ്രതിയാണ്, SP പ്രതിയാണ്. സ്വാഭാവികമായും DIGയോട് അന്വേഷിക്കാൻ പറയുന്നു, അതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിന്റെ ഭാഗമായി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.